അതിന്റെ കാരണം നമുക്ക് കമന്റ് ഇട്ടവർ കൂടിയാണ് കേട്ടോ. വിഷമം വന്നാൽ പിന്നെ കരയൂല, കണ്ണീരൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ അത്താഴ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പൊന്നും ഇല്ല, പക്ഷേ കഴിക്കാൻ ചേട്ടൻ നിർബന്ധിച്ച് കൊണ്ടുവന്ന് എന്നെ ഇരുത്തിയേക്കുന്നതാണ്. എനിക്ക് വയ്യ സത്യത്തിൽ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കില്ല. അവിടെ മീൻകറി, അച്ചാറും അതും ഇതൊക്കെയാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ മീൻകറി വേണോ? അങ്ങനെ വേണ്ടാത്ത അമ്മച്ചി ഒരു സുനിതയ്ക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ആർക്ക്? സുനിതയ്ക്കല്ലേ? ആ സുനിതയ്ക്ക് ഹായ്. അവിടെ ധ്യാനസ് ഇരിപ്പുണ്ട്. അവൻ നേരത്തെ തന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഇവിടെ ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. മീൻകറിയുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാട്ടെ. എനിക്കിതിപ്പോൾ ഇതുണ്ടാക്കി കഴിക്കണം തോന്നി. കാന്താരി മുളക് ഉള്ളിയും കൂടെ കൂട്ടി ഇടിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മീൻകറിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്, ചൂടുവെള്ളമുണ്ട്. ചേട്ടന് ചൂടുവെള്ളം വേണ്ടേ? ഓ, തണുത്ത വെള്ളം കഴിക്കാൻ അങ്ങനെ കൊള്ളൂല. അപ്പോൾ അതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇന്ന് അത്താഴത്തിന്. നല്ല ചൂട് ചോറും ഇതും. പിന്നെ ഞാനൊരു സങ്കടകരമായ വാർത്ത പറയാം. അപ്പം കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ? ഞാനിന്ന് കരഞ്ഞില്ലേ? ഞാനിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം അതിൻ്റെ കാരണം നമുക്ക് കമന്റ് ഇട്ടവർ കൂടിയാണ് കേട്ടോ. ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് ഇട്ടവർ കൂടിയാണ് അതിൻ്റെ കാരണക്കാര്. കാര്യം എന്താന്ന് ഞാൻ പറയാം. എന്നാ പറയാനാണ്? പറ. അതല്ല, ഇപ്പൊ ഒരു കാര്യം പറയാട്ടോന്ന് പറഞ്ഞു. നമ്മളൊരാൾക്ക് എന്തെങ്കിലും തീറ്റ സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മുടെ സൗണ്ട് കേട്ടാൽ കാര്യം അതിൽ കാര്യം. പണ്ട് എങ്ങനെയാണ് എന്റെ വണ്ടിയുടെ സൗണ്ടാണ്. ഈ വണ്ടിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പുറം ഈ ഏരിയയിൽ സ്കൂട്ടറിന്റെ അപ്പൊ പറയാം ഇയാൾ കണ്ട് കാര്യം. അന്നേരം പറയും ഏതാണ്ട് 1 മണി 2 മണിയാവും. അന്നേരം പറയും ആൾക്കാർ പറയും. ഇന്നത്തെ 10-40 എല്ലാം കൂടെ ഏറ്റുകാരൊക്കെ നല്ല കച്ചിലല്ലേ? അപ്പ പറയും മൊയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഏറ്റ് ഡിക്ക് തന്നെ. പുല്ലിവിടെ നേരത്തെ കൊണ്ടിടും ഞാൻ. എന്നിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് വന്ന് വരുമ്പോൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതോ അവിടെ പോത്തുണ്ടാവിനെ കെട്ടിയപ്പോൾ ഈ വണ്ടിയിൽ സൗണ്ട് കേട്ട അപ്പൊ തന്നെ തലമുട്ട് കുറ്റം കിട്ടും. പിന്നെ ഞാൻ അടുത്ത് എല്ലാവരും പിന്നെ പ്രവർത്തിക്കുന്നില്ല. ചേട്ടന് പണ്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയ ഒരു കഥ പറഞ്ഞിട്ട് പോത്തിനെ വിറ്റ് കഴിഞ്ഞു. മങ്ങളുടെ ഞാൻ ഇതിലെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വണ്ടി സൗണ്ട് കേട്ടിട്ട് 3-4 ഇതെല്ലാം തലവെട്ടിരിക്കുക. ആ മേടിച്ച കൂടി അവർ അന്തം വിട്ടു. ഞാൻ എന്നിട്ട് ആ സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞ സ്ഥലമില്ലേ അവിടെ ഇത് വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഞാൻ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എല്ലാത്തിനും എത്തുന്നു. അപ്പൊ പുള്ളി അങ്ങനെ അവിടെ വെക്കണം. അപ്പൊ അങ്ങനെ പുള്ളി പറയണം മനുഷ്യനൊന്നുമില്ല സ്നേഹിക്കാൻ. ഇത്രയും കാണാവുന്ന വണ്ടി പോയിട്ട് ഈ തലപൊത്തി പിടിച്ചിട്ട് ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ തലപൊത്തി പിടിച്ചത്. എന്നോട് ചോദിക്കാം കൊടുക്കാതിരിക്കാൻ പറ്റിയ ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 1-2 അല്ല സൗണ്ട് നമ്മൾ തന്നെ തട്ടും. നമ്മളെ പറഞ്ഞിട്ട് കാണുന്നില്ല. എന്നിട്ട് പുള്ളി എന്നോട് പറയാം രാവിലെ തുടങ്ങി ഞാൻ കൊണ്ട് കെട്ടുന്ന അന്നേരം തുടങ്ങി വണ്ടി ഓർമ്മയാണ് എല്ലാം തിന്നോട്ടിരിക്കല്ലേ. ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഈ പോത്തിങ്ങനെ തലപൊത്തിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അത്രയും സ്നേഹം എന്നുള്ളത് ഞാൻ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഇപ്പോ എന്തെങ്കിലും കാണും ഞാൻ ഇതിന്റെ ചെല്ലുമ്പോൾ ഓടി വരും. ഇങ്ങനെ കൊടുക്കും. അത് 2 നക്ക്. എന്നിട്ട് അവസാനമായപ്പോഴത്തേക്ക് 3 മാസം മുമ്പ് ഓർമ്മ മൂട്ടേ കിട്ടുന്നത് തരാൻ പറ്റില്ല. അവരെ കെട്ടി വീഴിക്കാൻ പറ്റില്ല. ഞാൻ
നമുക്ക് എന്നിട്ട് കഴിച്ചക്കയറുണ്ട് ആ വലിക്കാൻ പറ്റും നമുക്ക് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും. ആ ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇതൊന്നും പോകില്ലെന്ന് പറയാൻ കാരണം മറ്റൊരു നോക്കില്ലോ അപ്പൊ അതിന്റെ കൂടെ പിന്നെ വിറ്റപ്പോഴും ഇപ്പൊ അവര് പറഞ്ഞു ചേച്ചി കൊടുത്തോ ന്യായമുണ്ടായോ വൈനാപ്പള്ളി കെട്ടാം നമുക്ക് മറ്റേ കൂടെ നമുക്ക് കെട്ടാം കമ്പി ഇങ്ങനെ അടിച്ച് നൽകില്ലേ കമ്പി ഇത്ര ആ കമ്പിക്ക് ഇന്ത്യയിലായിട്ടാ ആ കമ്പിയിൽ ഇപ്പോഴും കാണുന്നില്ല. അത് കഴിഞ്ഞ് ബിജു മേടിച്ചായിരുന്നു. അന്ന് എനിക്ക് ഇവിടെയുള്ള കോൺട്രാക്ടർ എനിക്ക് ഈ ഫാനിന്റെ സൗണ്ട് ഇച്ചിരി കുറയ്ക്കാറ് ഭയങ്കര സൗണ്ടാണ് അല്ലേ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഇല്ല. അന്ന് മനസ്സിലായി അതൊരു ആടിന്റെയും കോഴിയുടെയും പോത്തിന്റെയും. നമ്മളിപ്പോ ഈ കഥ പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങളിപ്പോ ഇവിടെ വന്നിരുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ ചോറൂണ് കഴിയുമ്പോൾ പറയാന്ന്. അപ്പം ഇവിടെ വന്നിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡിൽ മൊബൈലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഒരു പൂച്ചക്കുഞ്ഞായിപ്പോൾ ഇത്രയും 4 പൂച്ചക്കുഞ്ഞുങ്ങളുള്ളവർ ഇപ്പം ഒരു പൂച്ചക്കുഞ്ഞേ ഉള്ളു. 5 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായത്. ഇപ്പം 5 അല്ല 5ഉം 2 7 പൂച്ചക്കുഞ്ഞുങ്ങൾ ഈ സീസണിൽ നമുക്ക് വന്നും ഇവിടെ ഉണ്ടായൊക്കെ കിട്ടിയെങ്കിൽ അവസാനം ഒരെണ്ണം മാത്രമായി. ആ ഒരു കുഞ്ഞിനെ ഇപ്പം നമ്മൾ വീടിനകത്തിട്ടേക്കോ. അതേ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഞാനിവിടെ ഇരിക്കുക, ഞാൻ ഇടയ്ക്കെടുത്ത് പുന്നാരിക്കാതെ വരെയുണ്ട്. എന്നിട്ടേ എന്നെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ എൻ്റെ അടുത്ത് വരാതെ വളഞ്ഞ് നേരെ ചേട്ടൻ്റെ അടുത്തേക്ക് വന്ന് കാച്ചോട്ടി. ചേട്ടൻ്റെ മടിക്കാനും പറ്റില്ല, ഓടിപ്പോയി കട്ടിലേൽ വലിഞ്ഞ് കയറുക. അന്നേരം കൊണ്ട് ചേട്ടൻ്റെ അവിടെ പോയി കഥ കളയ്ക്കാൻ പോയപ്പോൾ ഇത് കണ്ടില്ല. അത് വലിഞ്ഞ് കയറി നോക്കിയപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോയി എന്ന് മനസ്സിലായി. ഒരൊറ്റ ഓട്ടം ശരം വിടുമ്പോൾ അല്ല ചേട്ടനെ അന്വേഷിച്ചത്. അവിടെ പുറകെ വരുന്നുണ്ട്. അപ്പം ഞാൻ അത് പറയാൻ വേണ്ടി വന്നതാ. അപ്പം ഇങ്ങനെ മൃഗങ്ങളുടെ സ്നേഹം ചേട്ടനോട് ഞാനിവിടെ ഇരുന്നിട്ട് ചേട്ടൻ്റെ അടുത്തേക്കാണല്ലോ അത് വന്നേ. ചേട്ടൻ ആ ഫുഡൊക്കെ കൊടുക്കുന്ന ചേട്ടനാ അത് പറയുക. അപ്പം ഇതൊന്നും അല്ല. ഞാനിന്ന് കരയാനുള്ള കാരണം എന്ന് വെച്ചാൽ കരച്ചിലെന്ന് വെച്ചാൽ അന്യായ കരച്ചിലായിരുന്നു. ചോറ് പോലും കഴിക്കാതിരുന്ന് കരഞ്ഞു. ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര വിഷമമായിപ്പോയി. ഭയങ്കര വിഷമം. കാരണം നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ ആ കെറ്റിലായിട്ടിരിക്കുന്നത് അതുങ്ങൾ പൊടി കുഞ്ഞുങ്ങളാണ്. അതുങ്ങൾ അതിനകത്ത് അതുങ്ങൾക്ക് ഓടാനും ചാടാനും ഒക്കെ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ അതുങ്ങൾ ആവശ്യത്തിന് അഴിച്ചുവിടും, പിന്നെ അങ്ങ് ഇടും. പിന്നെ ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയിലൊക്കെ കാണിച്ചപ്പം പൂച്ചകളെ തുറന്നു വിടാൻ പാടില്ലേ, കൂട്ടിലിട്ടേക്കുക, കൂടിന് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നു. ആ ഒരു കെറ്റിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേജ്, ഡോഗ് കേജ്, അത് പക്ഷികളെയൊക്കെ ഇടുന്ന കേജാണ്. അതിൻ്റെ അടിയിലൊരു ബേസണുണ്ട്, ഒരു ട്രേ. പൂച്ചയൊക്കെ കാഷ്ടിക്കുന്ന പൂച്ചക്കാട്ടമൊക്കെ ചാടുന്ന ട്രേയിലേക്ക് വീഴും. അത് ദിവസത്തിൽ ഒരു നേരം എടുത്തിട്ട് നമ്മളത് കളയും. ഞാൻ എഴുന്നേറ്റ് വന്ന് ചെയ്ത വീഡിയോ വെച്ചാൽ വെളുപ്പിന് എഴുന്നേറ്റ് വന്ന് ബീഫ് വാങ്ങാനൊക്കെ ആയിട്ട് പോയ വീഡിയോയാണ്. വെളുപ്പിന് ആ സമയത്ത് അത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അന്നത്തേക്കും നമ്മുടെ സമയം ഒക്കെ ഞാൻ അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞെങ്കിലും അതിനകത്ത് വൃത്തിയില്ല, കൂടിന് വൃത്തിയില്ല, പൂച്ചകളെ എന്തിനാണ് കൂട്ടിലിടുന്നത്. അത് പല വീഡിയോയിലും ലോങ് വീഡിയോയിലും പൂച്ചകളെ എന്തിനാണ് കൂട്ടിലിടുന്നത്. ഞാൻ അതിന് മറുപടി പറഞ്ഞു, നമ്മൾ ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഈ പൂച്ച ഉണ്ടോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ അവസാനം നമുക്ക് 2 പൂച്ചകൾ മാത്രമായി. നമ്മുടെ വണ്ടിയുടെ അടിയിൽപ്പെട്ട ഒത്തിരി പൂച്ചകൾ ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. വേറെ നാട്ടിലേക്ക് വണ്ടിയുടെ ബാറ്ററി കയറി ഇരുന്നിട്ട് ചിലപ്പോൾ റോഡിൽ വീണ് കിടക്കുമായിരിക്കും, നമ്മുടെ തന്നെ ടയർ കയറുമായിരിക്കും, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുങ്ങളെ കൂട്ടിലിട്ട് വളർത്തുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രാണി ഉണ്ടല്ലോ അമ്മപ്പൂച്ച, അതിന് ഈ പറഞ്ഞ ചേട്ടൻ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തിയ കുഞ്ഞാണ്. ചേട്ടൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി നേരത്തേക്ക് മാത്രം അതിനെ മൂത്രം ഒഴിക്കാനും അപ്പിയിടാനും, അപ്പിയൊക്കെ അത് അതിനകത്ത് തന്നെ ഇട്ടോണ്ടിരുന്നത്. അതിന് ഒന്ന് കാലോടാനൊന്ന് അടിച്ചു വിടുന്നല്ലാതെ അതിനെ അടിച്ചുവിടാതെ കൂട്ടിലിട്ട് ഫുഡ് വെച്ച് കൊടുത്ത് വളർത്തിയെടുത്തതാണ്. പക്ഷേ അന്നേരം വീഡിയോസ് എടുക്കുന്നില്ല, യൂട്യൂബിലെ ചാനലില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കമൻസ് വന്നപ്പോൾ ശരി അതിനെ ഓടി കളിച്ചോട്ടെ നിർത്തിപ്പോൾ നമ്മളെ കൂട്ടിൽ അങ്ങനെ ഇടാറില്ലായിരുന്നു. അവസാനം ഒരു വെള്ളക്കുഞ്ഞ് മാത്രമായി. വെള്ളക്കുഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മൾ ആരോ കണ്ട് കളഞ്ഞ ഒരു കുഞ്ഞ് മാത്രമായി. ആ വെള്ളക്കുഞ്ഞെന്ന് വെച്ചാൽ നല്ല സുന്ദരനാണ്, എന്ത് രസമായിരുന്നു കാണാൻ. വാലൊക്കെ ഇങ്ങനെ പൊതുമ്പ് പോലെ രോമങ്ങൾ വരുന്ന വാലും ശരീരവും ഇങ്ങനെ കുറച്ച് രോമം വരുന്നൊരു ശരീരവും. ഇന്ന് ചേട്ടൻ്റെ ആൾക്ക് വണ്ടി എടുത്ത് ആ വണ്ടിയുടെ അടിയിൽ പോയി പൂച്ചക്കുഞ്ഞാണെങ്കിൽ
ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ ചവിട്ടിയുടെ ഒക്കെ അവിടെ ഇരിക്കുന്ന ചേട്ടൻ കണ്ടിട്ടെടുത്താ. പക്ഷെ ഇതാ കാര്യം, പൂച്ചകൾക്കൊക്കെ ചേട്ടനോട് ഇഷ്ടമാണ്. ചേട്ടൻ പോവാന്ന് പറഞ്ഞപ്പോൾ പുറകെ അങ്ങാണ്ട് ഓടിയതാ. ആ വണ്ടിയുടെ അടിയിൽ പോയി. ഞാനൊരു ഒറ്റ കരച്ചിൽ കേട്ടോണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചേട്ടൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും അറിയത്തില്ലാന്ന്. ഞാൻ ശരി എന്നും ആയാലും ശരി, ഞാൻ ഇറങ്ങാനായിട്ട് വണ്ടികളുടെ ടൂ വീലറായാലും കാറായാലും ശരി, അന്ന് എന്നാലും ഇറങ്ങി തന്നെയായിരുന്നു. ഇന്നും വന്നുമില്ല. ഞാൻ സാരി ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വരാം, പോയിട്ട് വരാട്ടെന്ന് പറഞ്ഞ് പോയി. ഞാൻ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ ആ നടവാതൊക്കെ നിൽക്കുക. അപ്പോൾ അവിടെ ഇരിക്കണമല്ലോ, ഓടി വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നില്ലല്ലോ. ഞാനും വണ്ടി എടുത്തു, ഞാൻ കണ്ടുമില്ല. ആ കുഞ്ഞിൻ്റെ അലർച്ചയുണ്ട്. ഞാൻ കറക്റ്റ് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് അതിങ്ങനെ വീണ് കിടന്നിങ്ങനെ പിടയ്ക്ക് ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്ക് തല പൊട്ടിയിട്ട് കണ്ണിങ്ങനെ പുറത്തേക്ക് ചാടിയിട്ട് എൻ്റെ കാഴ്ച വെച്ചാൽ ഞാൻ ഒന്നാ നോക്കിയോളൂ. ചേട്ടൻ വണ്ടി എടുത്ത് മുമ്പോട്ട് പോയി. ഞാൻ ഓടി വന്നു ഒന്നും ഞാൻ വന്ന ചേട്ടൻ കണ്ടോ? ഞാൻ ചേട്ടൻ പോകുന്ന ഓർത്തപ്പോൾ ഞാൻ ഓടിപ്പോയി കാറിച്ച് അടിച്ചു. ചേട്ടൻ നിർത്തിയത് ഞാൻ വല്ലുവായി കരഞ്ഞു. ചേട്ടൻ ഓടി വന്നു. എനിക്ക് ആ വിഷമം വന്നിട്ട് ഞാൻ ഓടി പെരക്കകത്തേക്ക് കയറിപ്പോയി. ഞാൻ ചേട്ടനോട് പറയുന്ന സമയം കൊണ്ട് ആ കുഞ്ഞ് പെടഞ്ഞ് മരിച്ചു. പിടച്ചിട്ടില്ലായിരുന്നല്ലോ എടുത്തപ്പോൾ അത് മരിച്ചു. എനിക്ക് ആ ഒരു വിഷമം എനിക്ക് പോകുന്നില്ല, മനസ്സിൽ നിന്ന് അങ്ങ് പോകണില്ല. ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ പൂച്ചകളെ കെട്ടി കേജിനകത്തിരുന്നെന്ന് വെച്ചിരുന്ന ഈ ഒരു കാരണം കൊണ്ടാണ്. ഒന്നുമില്ലെങ്കിൽ പൂച്ചകളെല്ലാം ബാറ്ററിക്കകത്ത് കയറിയിരിക്കും. വണ്ടി നമ്മളറിയുന്നില്ല, ഇത് അറിയാതെ വണ്ടിയുടെ ഇഞ്ചൻ പേരിൽ ചെറിയ ചൂടുണ്ട്. ഈ മഴക്കാലൊക്കെ ആകുമ്പോൾ ചൂട് വരും. ആ ചൂട് തീ കൊള്ളാൻ വേണ്ടി കയറി നമ്മളറിയില്ല. നമ്മൾ വണ്ടി എടുക്കുന്നു, സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ ഇത് കാര്യം ഓർക്കുമില്ല. ഒന്നില്ലെങ്കിൽ പോണ വഴിക്ക് ചാടി പോകും, ഇല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോയി എവിടെ ഇടണോ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി പോകും. ഇല്ലെങ്കിൽ ചിലത് അവിടെ തന്നെ ഇരുന്ന് തിരിച്ചു വരുമ്പോൾ ആ വണ്ടിക്കകത്ത് തന്നെ കാണും. കഴിഞ്ഞ ദിവസം ഇപ്പം ഇവിടെയുള്ള കുഞ്ഞ് കരച്ചിൽ കേൾക്കുമോ ഞങ്ങൾ വണ്ടി എടുത്ത് പോകുമ്പോൾ. നോക്കി കഴിഞ്ഞപ്പം ബോണറ്റിനകത്ത് നിന്ന് പൊക്കിയെടുത്തു അവസാനം. അങ്ങനെ ഇരിക്കുമായിരുന്നു. അന്ന് നമ്മൾ തറവാട്ടിൽ പോയതാണ്. പിന്നെ അതിൻ്റെ സീറ്റിനകത്ത് വെച്ചോണ്ട് പോയിട്ട് അതവിടെ ഇരുന്നു. തിരിച്ചു വരുന്ന വഴി അതവിടെ ഇരുന്നു. ശരി, കുഞ്ഞെനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൺമുന്നിൽ ആദ്യമായിട്ട് ഒരു മൃഗം ഇങ്ങനെ നമ്മൾ വളർത്തുന്ന ഒരു മൃഗമായിട്ട് പുറത്തുനിന്നുള്ള ഒരു ആനിമലാവട്ടെ എൻ്റെ മുമ്പിൽ വെച്ചതുപോലെ അത് നമ്മൾ കണ്ടിട്ട് ചേട്ടൻ പോയ കാര്യത്തിന് പിന്നെ ചേട്ടൻ പോയില്ല. ചേട്ടൻ പോയതേ ഇല്ല. ഞാൻ അതുപോലെ കരച്ചിലാണ്. വിഷമം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ആൻസാണ് അതിനെ കൊണ്ടുപോയി കുഴിയൊക്കെ, അല്ല ആൻസാ കൊണ്ടുപോയി. ഇവിടെയുള്ള ഏത് കോഴി ചത്താലോ എന്തെങ്കിലും പക്ഷികളോ ഇങ്ങനെ കളഞ്ഞു കിട്ടി ചത്തുപോയാലോ അങ്ങനെ എന്തെങ്കിലും കാര്യം വന്നാലോ കുഞ്ഞുങ്ങളൊക്കെ അസുഖം എന്നൊക്കെ ചത്തുപോകില്ല. ആൻസ അതിനെ എല്ലാത്തിനും എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ കുടിച്ചിടുന്നു. അവൻ വേറെ ആർക്കും അത് കൊടുക്കത്തില്ല. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് വന്ന ആ ഒരു കമൻറ്റ് വിട്ടത്, ആ വീഡിയോ ഇതൊരു ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോക്കൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് സത്യം, എൻ്റെ പൂച്ചക്കുഞ്ഞ് മറ്റുള്ളവർ പറയുന്നതായിട്ട് അടിച്ചു വിടാനായിട്ട് പോയതാണ് ഇപ്പം ഏറ്റവും വലിയ അബദ്ധമായി പോയതാണ്. ഇനി അത് ഭയങ്കര വിഷമമായിപ്പോയി. ഇന്നത്തെ ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായിപ്പോയി. പൂച്ചക്കുഞ്ഞോ പോയി, പ്രാണിക്കാതൊന്നുമില്ല. അവിടെ പൂച്ചക്കുഞ്ഞ് പോയുമ്പോൾ ഞാനിവിടെ ഇരുന്ന് കഴിയുമ്പോൾ പ്രാണി പോയി വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം തള്ളയാ. സ്വന്തം അല്ല, അഡോപ്ഷനാണ്. പക്ഷെ പൂച്ചക്കറിയില്ല. പൂച്ചയുടെ പറഞ്ഞാൽ പൂച്ച പറ്റാന്നല്ല. അത് ഞങ്ങൾക്ക് വലിയ തിരിച്ചറിവൊന്നുമില്ല. ഇനി ഒരു കുഞ്ഞേ ഉള്ളൂ. എന്നെ നമ്മൾ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നു. അതിന് എപ്പോഴും പെരക്കാത്തേക്ക് നമ്മളെ കണ്ണോടിച്ചൊക്കെ അത് ഇറങ്ങിയോടും. അപ്പം ചേട്ടനെ കണ്ട ചേട്ടൻ്റെ പുറകെ ഉറപ്പവനും. ഇനിയിപ്പോൾ പകലൊക്കെ അതിനെ കൂട്ടിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി നേരത്തേക്കൊക്കെ പോകാൻ നേരത്തെ പെട്ടെന്ന് വണ്ടി എടുത്ത് ഓർക്കൂല നമ്മള്. അല്ല, പകലിച്ചിരി വെള്ളം തീറ്റയും കൊടുത്താൽ കിട്ടാ മതി. ആള് വന്നു കഴിയുമ്പോൾ നമുക്ക് അടിച്ചുവിടാം. ഭയങ്കര ഇന്നങ്ങളെ ഞാൻ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഞാൻ എന്ത് ഭംഗിയാ ഇതിനെ കാണാൻ, നല്ല സുന്ദരനാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൊഞ്ചിച്ചതാ. ഞാൻ ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം. അതാണ് ഞാൻ ഒരു കാര്യം. ഇനി ഞാൻ മൃഗങ്ങളെ വല്ലോ കേജിലോ കെറ്റിലോ ഇട്ടിട്ടുണ്ടെങ്കിൽ കെറ്റിലിടുക, അതാ ഇതാന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ നല്ലതെന്ന് ഞാൻ പറയും. ഇങ്ങനെ പലരും ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം നമ്മളങ്ങ് അഴിച്ചു വിടും. ശരിയാണല്ലോ, നിങ്ങൾ എന്തിനാണ് കൂടുതലിടുന്നത്. പക്ഷെ അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ ജീവന് ആപത്തില്ലാതെ കിട്ടിയത് നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോഴേ ഇതുങ്ങളൊക്കെ വന്ന് ഈ വണ്ടിയുടെ അടിയിലൊക്കെ കയറി നമ്മൾ ഓർക്കത്തില്ല. എല്ലാ തവണ ആ കുഞ്ഞ് വണ്ടി എടുക്കുമ്പോൾ മാറിയിരിക്കണം. പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്ന്
കുഞ്ഞ് ഇവിടെ നടയിലായിരുന്നത്. അത് കണ്ടിട്ട് ഞാൻ വണ്ടി എടുത്തത്. വണ്ടി അപ്പം എൻ്റെ അടുത്ത് നോക്കി ഞാൻ വണ്ടി എടുത്ത് റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് മുമ്പോട്ട് എടുത്തപ്പോഴാണ് വലിയ ഗുണാക്ക് അപ്പം തന്നെ വന്നു. ഞാൻ കണ്ടോ, എനിക്കറിയാം വരുമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്കത് ഭയങ്കര ആ ഒരു കാഴ്ച എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായി, ഭയങ്കര ബുദ്ധിമുട്ടിൻ്റെ അതിനെ 3 പേരെ ആരോ കൊണ്ട് കളഞ്ഞ. ഒരു കുഞ്ഞ കൂടിനകത്ത് കുഞ്ഞുങ്ങളെല്ലാം കിടക്കുക, കൂടിനകത്ത് ചത്ത് കളഞ്ഞു. ഒരു കുഞ്ഞ് പിന്നെ ആരോഗ്യ തീരെ ഇല്ലായിരുന്നു, എപ്പോഴും ഇങ്ങനെ വിറയായിരുന്നു. അവസാനം ഈ കുഞ്ഞ് വണ്ടി ഇടിച്ച്. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ പ്രാണി ഇപ്പം 2 പ്രാവശ്യം പ്രസവിച്ചു. 2 പ്രാവശ്യം പ്രാണിയുടെ കുഞ്ഞുങ്ങളില്ല. വന്നു കയറിയ കുഞ്ഞുങ്ങളെയും പ്രാണി വളർത്തി, അതുങ്ങളും ഇല്ല അല്ലേ? അപ്പോൾ ചില അമ്മമാരെ കുഞ്ഞുങ്ങൾ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയില്ല ചില പൂച്ചകൾക്കൊക്കെ. അത് സത്യമാണ്. പ്രാണിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സത്യമാണ്. ഒരു കുഞ്ഞിനെ പ്രാണി അങ്ങനെ അവസാനം വളർത്തിയെടുത്തു, അതിനെ പെരുമ്പാമ്പ് ചുറ്റിക്കൊള്ളുകയും ചെയ്തു. അത് അത്യാവശ്യം വളർന്നൊരു നല്ലൊരു കണ്ടനായിരുന്നു. അതതിൻ്റെ അപ്പനെപ്പോഴും തന്നെയായിരുന്നു ബോയ് ഫ്രണ്ട്. അതിന് പെരുമ്പാമ്പ് ചുറ്റിക്കൊള്ളുകയും ചെയ്തു. ഭയങ്കര വിഷമം. പ്രാണിക്ക് കുഞ്ഞുങ്ങളിനിപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മളിപ്പോൾ വളർത്തുന്നുണ്ട്, അതിനെ എത്രമാത്രം സേഫാക്കി വളർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ പരമാവധി നമ്മൾ നോക്ക്. ഭയങ്കര വിഷമമായിട്ട് വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമായിപ്പോയി, അറിയാമോ? മൃഗങ്ങളെ സ്നേഹിച്ച് വളർത്തിയിട്ട് പിന്നെ അവരില്ലാതെയാവുന്നൊരവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബാസ്റ്റിനൊക്കെ എല്ലാം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എങ്ങനെയാവുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ മൃഗങ്ങളിപ്പോൾ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വലിയ അറ്റാച്ച്മെൻറ്റിനൊന്നും ഇപ്പോൾ പോകില്ല. പ്രത്യേകിച്ച് ഫാമൊക്കെ ആയതുകൊണ്ട് ഞാൻ അന്നേരത്തേക്ക് വലിയൊരു ഇതിനൊന്നും പോകില്ല. കാണുമ്പോൾ ഒന്ന് എടുക്കും നല്ലത്. എനിക്കാണെങ്കിൽ ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിൽക്കുന്ന കണ്ടാൽ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആവും. അതുകൊണ്ട് ഞാൻ വലിയ അറ്റാച്ച്മെൻറ്റിനൊന്നും പോകില്ല. എനിക്കിഷ്ടമാണ് എല്ലാവരെയും. പറഞ്ഞോണം, അവരുടെ സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല സ്നേഹമാണ് അവർ നമുക്ക് നൽകുന്നത്. അല്ലാതെ കളിപ്പീരോ മനുഷ്യന്മാരെ പോലെ കളിപ്പിക്കുകയോ ഒന്നുമില്ല. കാര്യസാധ്യത്തിന് വേണ്ടി ഈ മൃഗങ്ങളും പക്ഷികളൊന്നും നമ്മുടെ പിന്നാലെ നടക്കില്ല. കാര്യം കാണാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ നമ്മുടെ ചുറ്റും. എൻ്റെ അനുഭവത്തിലൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം മിണ്ടിയവരും മിണ്ടുന്നവരും കൂട്ടുകൂടിയവരും ഒക്കെ ഉണ്ട്. അവരുടെ ആവശ്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ വല്ലതുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ മിണ്ടിയവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ മനുഷ്യനെ എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ അവർ ഇന്ന കാര്യത്തിന് അവർ ഫ്രണ്ട്ഷിപ്പ് കൂടിയെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്കത് മനസ്സിലായി. പിന്നെ ഞാൻ വീണ്ടും ആ അബദ്ധത്തിലേക്ക് ഞാൻ പോകത്തില്ല. ഞാൻ അവരുമായിട്ട് കണക്ഷൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ചേട്ടൻ അങ്ങനെയാണോ? കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് അറിഞ്ഞ ചേട്ടൻ പിന്നെ അവരോട് കൂടുതൽ കണക്ഷന് പോവോ? ഇല്ലല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാതിരുന്ന ഹോം ടൂർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോം ടൂറിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ ഓർത്തിരുന്നതായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ ഒരു ടൂറും ചെയ്യാൻ തോന്നിയില്ല. കഞ്ഞി പോലും കുടിച്ചില്ല. ഇപ്പോഴാണ് ഞാൻ ചേട്ടനാണെങ്കിൽ ഞാൻ കഴിയും. ചേട്ടൻ ഞാൻ നിനക്ക് ആരും നല്ല പൂച്ചേനെ കൊടുത്തില്ല, വേറെ പൂച്ചക്കുഞ്ഞിനെ കൊടുത്തില്ല. ചേട്ടൻ പറയുക എല്ലാരും കൊണ്ട് നമ്മുടെ ഭാഗമൊക്കെ ഇടും. ചേട്ടൻ പിന്നെ എല്ലാത്തിനും അഡോപ്ഷൻ ചെയ്യുമെന്ന് അറിയാം. നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ എന്തോ ചെയ്യും അല്ല ചേട്ടാ? ഈ പൂച്ചകളെ കൊണ്ട് കളയുമ്പം അങ്ങനെ നമ്മുടെ അവിടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടിടുക ചേട്ടാ. ഞങ്ങൾ പുതിയൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ വീട് വിൽക്കുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട് വിൽക്കും. നമുക്ക് എന്തിനാ ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു വീട് ഇട്ടിട്ട് കാര്യമില്ല. അപ്പം പിന്നെ നമ്മൾ ഈ വീട് വിൽക്കും. നല്ല വീട്, ഐശ്വര്യമുള്ള വീടാന്നൊക്കെ പറഞ്ഞു. നല്ല ഐശ്വര്യമുള്ള വീടാണ്. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിറ്റല്ലേ പറ്റത്തുള്ളൂ. നമുക്കിവിടെ നിന്ന് നമ്മൾ ഇത്രയും ഫാം കോഴികളെ ഒന്നും നമുക്കിവിടെ നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്കിത് വിറ്റിട്ട് നമുക്ക് കൂടുതൽ സ്ഥലമുള്ളിടത്തേക്ക് പോകുമല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ എന്ന് വെച്ചാൽ നല്ല ശാന്തമായ പ്രദേശമാണ്. പിന്നെ ചേട്ടൻ ജനിച്ചു വളർന്ന നാടും ചേട്ടൻ ജനിച്ചു വളർന്ന ആ പറമ്പും ഒക്കെയാണ്. ചേട്ടൻ്റെ പരിചരണമാണ്
എനിക്കത്ര പരിചിതമൊന്നുമില്ല. ചേട്ടൻ്റെ പരിചയം എനിക്ക് ആ നാട്ടിൽ എനിക്ക് ആരെ അറിയത്തില്ല സത്യമായിട്ടും. പിന്നെ എനിക്കൊരു ആശ്വാസമുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ചേച്ചീനെ അവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അധികം ദൂരത്തിലല്ലാതെ. ആ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ നിന്നൊരു ചേച്ചി അവിടെ താമസിക്കുന്നുണ്ട്, അതിനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ജിഷ എന്ന് പേരുള്ള ഒരു ചേച്ചി. അങ്ങനെ അവരവിടെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് അവിടെ പരിചയത്തിലുള്ളത്. അല്ലാതെ എനിക്ക് ആ നാട്ടിലെങ്ങും ആരെയും അറിയത്തില്ല. പിന്നെ കരിമണ്ണൂർ നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെ, അതും സ്ഥലമൊന്നും മാറിപ്പോണില്ല. 2-3 കിലോമീറ്റർ. എത്ര ദൂരം ഉണ്ട് ചേട്ടാ? അല്ല, കരിമണ്ണൂരിൽ നിന്ന് എത്ര ദൂരം വരും? 3 കിലോമീറ്റർ. നമ്മുടെ ഇവിടുന്ന് ആണോ? അങ്ങോട്ട് 2 കിലോമീറ്റർ. ആ ഇവരൊരു ദിവസം നടന്നു വന്നല്ലേ അല്ലേ? ആൻസ് ഒരു ദിവസം നടന്നു തറവാട്ടിലെത്തിയതാണ്. അത്രേ ദൂരമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. പിന്നെ ശാന്തമായൊരു പ്രദേശമൊക്കെയാണ്. പിന്നെ അമ്പലത്തിൽ നിന്നുള്ള രാവിലെയുള്ള പാട്ടുകളൊന്നും കേൾക്കത്തില്ല. പിന്നെ ഈ ഭാഗത്തേക്കൊന്നും നമുക്ക് വരേണ്ട കാര്യമൊന്നും വരുന്നില്ല അല്ല ചേട്ടാ? ഞാൻ പാട്ടൊക്കെ കേൾക്കാറുണ്ട്, ഞാൻ എണീക്കാറില്ലെന്നേ ഉള്ളൂ. ഞാൻ കേൾക്കാറില്ല, കാരണം ഞാൻ തടി വെക്കില്ല. ഞാൻ നേരത്തെ ഇപ്പൊ ഈ അമ്പലത്തിൽ പാട്ട് കേട്ടാൽ ഞാൻ കേൾക്കണം 5:30 ആകുമ്പോൾ. അന്ന് അപ്പുറത്തെ റൂമിലെ കേൾക്കണം. ആ റൂമിൽ പറ്റില്ല. ഇതിപ്പോ ഇത്ര ആയതുകൊണ്ട് കിട്ടാത്ത എനിക്ക് തോന്നുന്നു. രാവിലെ 5:30 ആകുമ്പോൾ ഞാൻ കേൾക്കും. അല്ല 5 മണിയാകുമ്പോൾ കേൾക്കും, കണ്ണൊക്കെ തുറന്നു അന്ന് ഈ അന്നവിടെ കട്ടക്കട്ടെ പച്ച നോക്കുന്നില്ല. 5:30 ആകുമ്പോഴത്തേക്ക് പാട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കേൾക്കും. ചേച്ചി വെള്ളമൊക്കെ തേക്കും, കട്ടൻ ചായ ഇട്ട് കുടിക്കും. അത് കഴിഞ്ഞിട്ടുള്ള കേസ് രാവിലെ ഒരു കട്ടൻ ചായ എനിക്ക് വേണം. ചിലനെ ആദ്യം മോട്ടർ അടിക്കും, അല്ല ആദ്യമേ തിരി കത്തിക്കും, പിന്നെ മോട്ടർ ഇടും, വെള്ളം ചൂടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ എല്ലാം അവിടെയാണ് കേൾക്കാൻ പെട്ടെന്ന് കേൾക്കാം. ഇന്ന് 19-ാം തീയതി ആണോ? 18. ഇന്ന് 18, നാളെ 19, തിങ്കൾ 20. ചൊവ്വാഴ്ച ഒരു ദിവസമാണ്. നമുക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ? ജൂലൈ 21. ആയെന്നാ പറഞ്ഞപ്പോഴേ മുഖം പാടിയല്ലോ. അപ്പൊ എന്നോട് ഇഷ്ടമല്ല എന്ന് തോന്നണം. എല്ലാം പറഞ്ഞാലോ ജൂലൈ 21-ാം തീയതി ഞാൻ ഇതിൽ ഒരു വ്ളോഗ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ ഈ ബിന്ദു സ്ട്രീംസ് എന്ന ഈ ഒരു ചാനലിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട്. ജൂലൈ 21-ാം തീയതി അല്ല 22-ാം തീയതി ആയിരിക്കാം ചിലപ്പോൾ അത് പോസ്റ്റ് ചെയ്തത്. അതുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ തപ്പിയെടുത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതാണ് ഞാൻ അന്നാണ് ആ ഒരു വീഡിയോ എടുത്ത് പോയ അന്നാണ് ഞാൻ ചേട്ടനോട് മിണ്ടുന്നത്. മനസ്സിലായോ? ഓർക്കുന്നുണ്ടോ? ഒരു പച്ച മെടിയും ഒരു പച്ച ടോപ്പും ഒരു ടീഷർട്ടും പച്ച മെടിയും. അല്ലെങ്കിൽ ഇവരുടെ ഇന്ന് മനുഷ്യന്മാരൊന്നും ഓർക്കാറില്ല. ഓഗസ്റ്റ് 21-നാണ് രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തത്. ഓർക്കുന്നുണ്ടോ? അതുമില്ലേ? ഓമ്പല്ല മാങ്ങ, ചക്ക, തേങ്ങ. 1-ാം തീയതി 2-ാം തീയതി ഒക്ടോബർ. ജൂലൈ ഓഗസ്റ്റിലാണ് അപ്ലൈ ചെയ്തേ. ഓഗസ്റ്റില് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്നായിരുന്നു. ഞാൻ പണങ്ങി. പിന്നെ പഴങ്ങി പറഞ്ഞ കാര്യം വരുന്നത് 9-ന്റെ ഉണ്ടാ. ഓ പിന്നെ കല്യാണമാണ്. പക്ഷെ ഓർക്കണ്ടോ? ദിവസം ഓർക്കണ്ടോ? ചേട്ടന്റെ കല്യാണം നടന്നത് ആദ്യത്തെ മാരേജാ. അത് ജീവിതത്തിൽ മറക്കൂലല്ലോ. ആ ഏപ്രിലാ. അപ്പോഴും പറഞ്ഞാക്കാലോ. എപ്പോഴാണ് എന്നോട് പോയി കല്യാണം കഴിച്ചിട്ട്? ഒക്ടോബർ എന്നാന്ന് പറഞ്ഞാല് ഞാൻ
ഒക്ടോബർ 2-ാം തീയതിയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി അത് എവിടെയുള്ളത്? നീ പറഞ്ഞ ഒക്ടോബർ 24. ഒക്ടോബർ 24. ആ ശരിയാണല്ലേ, 24. നീ പോകാൻ തൂത്ത ആ പോന്നു പോയി തന്നെ ഇരുന്ന് തൂത്താ മതി. ഈ പിറ്റേ പോയി ഇങ്ങനെ ഇരുന്ന് നോക്കും. ചേട്ടൻ എന്നാലും ചേട്ടൻ വല്ലാത്ത ചേട്ടനായി പോയല്ലോ ചേട്ടാ. എന്നത് ഇനി പറഞ്ഞു കേട്ടോ. ജൂലൈ 21. എന്നതാ ജൂലൈ 21 എന്നതാ ആദ്യം കണ്ടത് ആ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് ചോദിച്ചാൽ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നു. എനിക്ക് ഒക്ടോബർ 21 രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് നടന്നില്ല. 30അല്ലല്ലോ, 60 എങ്ങാണ്ടായിരുന്നു. 30ആണെങ്കിൽ പിന്നെ ഓഗസ്റ്റ് 21 കൊടുത്ത സെപ്റ്റംബർ 21 ഒക്ടോബർ 25 വണ്ടി പഠിച്ചത്. ആ അന്നും പറഞ്ഞ ചേട്ടാ 24 കല്യാണം വെക്കാന്ന് പറഞ്ഞ ഒറ്റ ഇല്ല. വണ്ടിയുടെ കാര്യം ഓർക്കട്ടെ, നമ്മളെ ഓർക്കണില്ല. ആ വണ്ടിയോടുള്ള സ്നേഹം പോലും എന്നോടില്ലെന്ന് പറഞ്ഞു. ഞാൻ പോവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ സങ്കടം പറയാൻ വന്നത് അവസാനം ദേഷ്യത്തിലെത്തിയാണ്. ചേട്ടനെ ഞാൻ വീണ്ടും ഒന്ന് പൊരിച്ചിട്ട് തരാം. എനിക്ക് വിഷമം വന്നു. എന്നാലും വണ്ടി എടുത്തത് ഓർക്കണ്ട, മനുഷ്യനെ ഓർക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിഷമം വരത്തില്ല. അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ദിസ് ഈസ് സൈനിങ് ഓഫ്. എനിക്ക് വിഷമം വന്നേ, സത്യമായിട്ട് വിഷമം വന്നു. എന്നാലും ചേട്ടൻ അത് 2 വർഷം പോലും ആയിട്ടില്ല. ചേട്ടൻ മറന്നു പോയില്ലേ? അപ്പൊ പറഞ്ഞു ചേട്ടൻ എന്തൊരു സ്നേഹം ഉണ്ടെന്നാ. എന്നതാ വിഷമം വന്നാൽ പിന്നെ കരയൂല? കണ്ണീരൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുമോ? വേണ്ട, ഞാൻ ഒരിക്കലും നടക്കൂല. എന്താ ബൈ ബൈ ബൈ.